പുറത്തേക്കിറങ്ങിയതും അല്ലി നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. ഏട്ടന്മാർ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അച്ഛന്മാരും അതെ. നമ്മുടെ ആൾക്ക് പിന്നെ അതൊന്നും ഇല്ലല്ലോ. ഒരു ചിരിയോടെ ഓർത്തുപോയവൾ. ഗുഡ് മോർണിംഗ് അമ്മാസ്. മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. 10 മണിക്ക് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് മോളെന്താ 9 മണിക്ക് പോന്നേ? കയ്യിലെ ചായ അല്ലിക്ക് നേരെ നീട്ടിക്കൊണ്ട് ഗോപു ചോദിച്ചതും പെണ്ണു നെളിച്ചു കാണിച്ചുകൊണ്ട് അത് വാങ്ങിക്കുടിച്ചു. കണ്ണേട്ടൻ ഉറങ്ങാൻ സമ്മതിച്ചു കാണില്ല. ഇരുവർക്കും കേൾക്കാൻ പാകത്തിനായി പാറു പറഞ്ഞതും അല്ലി അവളെ കൂർപ്പിച്ചു നോക്കി. അച്ചോടാ, ചേച്ചിയുടെ മോള് പിണങ്ങിയോ? ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. ഇവിടെ കിടന്ന് അലറി വെടിച്ച് അതും കഴിഞ്ഞ് ഇരിപ്പുറയ്ക്കാതെയാണ് അങ്ങോട്ട് വന്നത്. പാറു വീണ്ടും പറഞ്ഞതും എത്രയൊക്കെ തടഞ്ഞു നിർത്തിയിട്ടും പെണ്ണിൻ്റെ ചുണ്ടൊന്ന് വിടർന്നു പോയി. മതി പാറുവേ, നമ്മുടെ അനിയത്തി ബ്ലഷ് അടിച്ചു. ഗോപു കൂടി പെണ്ണിനെ കളിയാക്കിയതും അല്ലി നേരെ ലച്ചുമയുടെ അരികിലേക്ക് ചെന്നു. ആ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. ഗുഡ് മോർണിംഗ് ലച്ചൂസ്. അമ്മയുടെ കിങ്ങിണി എഴുന്നേറ്റോ? എനിക്കുള്ള സ്പെഷ്യൽ എവിടെ? ദേ അവിടെ ഇരിപ്പുണ്ട്. ഒരു പാത്രത്തിലായി മൂടി വെച്ചിരിക്കുന്ന സേമിയ അടയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലച്ചുമ്മ പറഞ്ഞതും അമ്മയുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒന്നെടുത്ത് കഴിച്ചു തുടങ്ങിയവൾ. ഇങ്ങനെയുള്ള അമ്മായിയമ്മയെ കിട്ടാനും വേണം ഭാഗ്യം. പാറൊരു കുറുമ്പോടെ പറഞ്ഞതും അല്ലി ഒന്ന് ഇളിച്ചു കാണിച്ചു. അമ്മമാരും മക്കളും ചേർന്ന് ഓരോന്നും മിണ്ടിയും പറഞ്ഞു നിന്നതും മുകളിൽ നിന്നും സൈറൺ മുഴങ്ങി തുടങ്ങിയിരുന്നു. എന്നാ കൊണ്ടുചെന്ന് കൊടുക്ക്. നീ കൊടുക്കാത്തത് കൊണ്ട് ചെക്കൻ ഈ നേരം വരെ ചായ കുടിച്ചിട്ടില്ല. ഫ്ലാസ്കിൽ നിന്നും ചായ കപ്പിലേക്ക് പകർന്നുകൊണ്ട് അല്ലിക്ക് നേരെ നീട്ടിക്കൊണ്ട് ദേവിയമ്മ പറഞ്ഞതും പെണ്ണ് എല്ലാവരെയും ഒന്ന് നോക്കി ഇളിച്ചുകൊണ്ട് അതും വാങ്ങി പുറത്തേക്ക് പോയി. ഇങ്ങനെ 2 എണ്ണം. ചെറിയമ്മ പറഞ്ഞതും ബാക്കിയുള്ളവരും ചിരിച്ചു പോയിരുന്നു. എവിടെ പോയതാടി? റൂമിലെത്തിയതും ബെഡിൽ മുഖം വീർപ്പിച്ച് ഇരിക്കുന്നവൻ്റെ വകയാണ് ചോദ്യം. അല്ലി അവനെ കൂർപ്പിച്ച് നോക്കി. നീ എന്തിനിങ്ങനെ കിടന്ന് അലർന്നേ? ചായ അവന് നേരെ നീട്ടിക്കൊണ്ട് പെണ്ണ് ചോദിച്ചതും കപ്പ് വാങ്ങി ടേബിളിൽ വെച്ചുകൊണ്ട് അവളെ പിടിച്ച് മടിയിലേക്കായി ഇരുത്തിയവൻ സ്വയം കുടിക്കുന്നതിനോടൊപ്പം അവളുടെ ചുണ്ടിലേക്കും കപ്പ് മുട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുഞ്ഞിലെ മുതലുള്ള ശീലമാണത്. ഒരു പക്ഷേ മരണം വരെയും തുടരുന്ന ശീലം. കണ്ണന് 6 വയസ്സുള്ളപ്പോഴാണ് അല്ലിയുടെ ജനനം. അന്ന് കൂട്ടത്തിലെ ഏറ്റവും വികൃതിയും ദേഷ്യക്കാരനുമായിരുന്നവൻ. ആരോടും അടുക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല. പറയത്തക്ക കൂട്ടുകാരുമില്ല. ഈ കടിച്ചു കയറുന്ന ദേഷ്യം തന്നെയാണ് കാരണം. വലിയ മുത്തച്ഛൻ്റെ ബാധ കയറുന്നതാണ് ചെക്കനെന്നാണ് അച്ഛന്മാരുടെ കണ്ടുപിടുത്തം. ദേഷ്യം വന്നാൽ കയ്യിൽ കിട്ടുന്നത് എറിഞ്ഞുടച്ചും തട്ടിത്തെറിപ്പിച്ചും ഒക്കെയാണ് പ്രതികരണം. സ്കൂളിൽ പഠിക്കുന്ന സമയമാണെങ്കിൽ ചെക്കനെ കൊണ്ട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു നേരം ഉണ്ടായിട്ടില്ല. പിന്നെ സ്വന്തം സ്കൂളായതുകൊണ്ട് TC കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അവൻ്റെ ഈ ദേഷ്യം കുറയ്ക്കാൻ പഠിച്ച പണി 18 പയറ്റിയിട്ടും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആരെയും പേടിയുമില്ല, തല്ലിയിട്ട് കാര്യവുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ദേവിയമ്മ വീണ്ടും ഗർഭിണിയാവുന്നത്. അതും നമ്മുടെ കഥാനായികയെ. പാറുവും ഗോപുവും ഒക്കെ ജനിക്കുമ്പോൾ ചെക്കന് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞല്ലേ, അവനും അതുകൊണ്ട് അവരെ ഒന്നും വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല. അല്ലിയെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അപ്പച്ചിയുടെ വയറ് വലുതാവുന്നതും അവിടെ തൊടുമ്പോഴൊക്കെ ഉള്ളിലുള്ള ആൾ ചവിട്ടുന്നതും എല്ലാം കണ്ണൻ കാണുന്നതും അറിയുന്നതും. കൗതുകമായിരുന്നു അവന്. പിന്നെ 24 മണിക്കൂറും ദേവിയമ്മയുടെ പുറകെയായി. ഒരു 100 കൂട്ടം സംശയങ്ങളും കാണും. വയറ്റിലാരാ, എന്താ എന്നൊക്കെയായിട്ട് ദേഷ്യപ്പെടാനൊക്കെ ആൾ മറന്നുപോയിരുന്നു. അല്ല, അതിന് സമയം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അവൻ്റെ സന്തോഷം മുഴുവനും ഉള്ളിലുള്ള ആൾക്കൊപ്പമായിരുന്നു. ഉള്ളിലുള്ള ആളുടെ അവസ്ഥയും ഏറെക്കുറെ അത് തന്നെയായിരുന്നു. എന്നും എപ്പോഴും കേൾക്കുന്നവൻ്റെ സ്വരം ഏത് പാതിരാത്രിയിലും ആ ഒച്ച കേൾക്കുമ്പോൾ ഉണർന്ന് ചവിട്ടുമ്പോൾ അവൻ അരികിലെത്തുമ്പോൾ ഒരുതരം വെപ്രാളമാണ്. ചവിട്ടിയും അനങ്ങിയും പിടഞ്ഞുമെല്ലാം താൻ ഇവിടെ ഉണ്ടെന്ന് അവനെ അറിയിക്കാനുള്ള തിരക്ക്. ദേവിയമ്മയ്ക്ക് പോലും കൗതുകമായിരുന്നു അത്. 9ാം മാസമായിരുന്നു അല്ലിയുടെ ജനനം. നഴ്സ് കയ്യിലേക്ക് വെച്ചു കൊടുത്ത കുഞ്ഞിപ്പെണ്ണിനെ മഹിയച്ചൻ മറ്റാർക്ക് മുന്നേയും കാണിച്ചു കൊടുത്തത് അവനാണ്. അല്ലിയെ ഏറ്റവും കൂടുതൽ കാത്തിരുന്നവനല്ലേ. വാവപ്പെണ്ണാവെന്ന് വാശി പിടിച്ചവൻ. പ്രകൃതി എന്നുള്ള പേര് പോലും കണ്ടുവെച്ച് അവൾക്കായി കാത്തിരുന്നവൻ. അന്നേ മുത്തശ്ശി പറയുമായിരുന്നു, പെൺകുട്ടിയാണെങ്കിൽ കണ്ണനുള്ളത് അവളെന്ന്. അങ്ങനെ ചെക്കൻ കാത്തിരുന്ന് കിട്ടിയതാണ് നമ്മുടെ അല്ലിക്കൊച്ചിനെ. ആദ്യമായി അവളെ കണ്ടപ്പോൾ അവനിലുണ്ടായിരുന്ന കൗതുകവും തിളക്കവും എല്ലാം അമ്മമാർക്കും അച്ഛന്മാർക്കും ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്ന ഓർമ്മകളിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. കുഞ്ഞു വന്നാൽ അവൻ നന്നാവും, ദേഷ്യമൊക്കെ കുറയും എന്നൊക്കെയായിരുന്നു എല്ലാവരുടെയും ധാരണ. അതൊക്കെ പാടെ തെറ്റിച്ചുകൊണ്ട് ചെക്കൻ കൂടുതൽ ഭീകരനായി. അവളെ ആരും കൂടുതൽ സ്നേഹിക്കുന്നത് പോലും കണ്ണന് ഇഷ്ടമായിരുന്നില്ല. സ്കൂളിൽ പോയാൽ തല്ലുണ്ടാക്കി വൈകി വരുന്നവൻ 5 മിനിറ്റിൽ വീടെത്താൻ തുടങ്ങി. ആദ്യം മടി പിടിച്ചിരുന്നവൻ. വാവയ്ക്ക് ഉടുപ്പും മിഠായിയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണേൽ കണ്ണന് ജോലിയൊക്കെ വേണ്ടേ, അതിന് സ്കൂളിൽ പോയി പഠിക്കണ്ടേ എന്നുള്ള ദേവിയമ്മയുടെ ഒറ്റ ചോദ്യത്തിന് പുറത്താണ് ക്ലാസ്സിൽ പോയി തുടങ്ങിയത്.
ചുരുക്കി പറഞ്ഞ അവൾക്ക് വേണ്ടി എന്നുള്ള ഒറ്റ ഡയലോഗിൽ അവൻ എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയായി. കണ്ണനെ അനുസരിപ്പിക്കാനുള്ള ഒരേ ഒരു വഴിയും അതാണ്. ഇനി അല്ലിയാണെങ്കിൽ അവന് വേണ്ടി ദൈവം സൃഷ്ടിച്ചവൾ എന്ന ടാഗുമായി ജനിച്ചവളാണ്. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് ചിരിയും കളിയുമൊക്കെ തുടങ്ങിയ സമയം മുതൽ അവനെ കാണുമ്പോൾ പെണ്ണിന് കുറുമ്പും കുസൃതിയും കൂടുതലാണ്. പകൽ അവൻ പോകുമ്പോൾ കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നവൾ തിരികെ വന്നാൽ അവൻ്റെ കുഞ്ഞു കയ്യിലെ ചൂടും പറ്റി നല്ല കുട്ടിയായി അടങ്ങിയിരിക്കും. അവളെ കൊഞ്ചിച്ചും ചിരിപ്പിച്ചും അവനു വേണ്ടി ചിരിച്ചുകൊണ്ടവളും. ശരിക്കും പറഞ്ഞാൽ രണ്ടിനും അന്നു മുതൽ ഭ്രാന്താണെന്ന്. എന്തായാലും വീട്ടിലുള്ളവരെല്ലാം ഹാപ്പിയായിരുന്നു. ചെക്കൻ്റെ അടിപിടി കഴിഞ്ഞല്ലോ. അങ്ങനെ സമാധാനത്തോടെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയി. അല്ലി അമ്മ എന്ന് വിളിച്ചതിന് ശേഷം പിന്നെ വിളിച്ചത് ദേവ എന്നാവും. വിളിച്ചു എന്നല്ല, ചെക്കൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ഒരുവിധം വിളിപ്പിച്ചെടുത്തതാണ്. എല്ലാവർക്കും അവൻ കണ്ണനായപ്പോൾ സ്കൂളിൽ മാധവെന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ അല്ലിക്ക് മാത്രം ദേവയാണ്. അവൾ അവൻ്റെ പ്രകൃതിയും. പ്രണയമൊന്നും ആയിരുന്നില്ല ഇരുവർക്കും ഇടയിൽ. അതിനപ്പുറമുള്ള എന്തോ. ഒരുമിച്ച് കളിച്ചും ചിരിച്ചും വളർന്നവർ. ഒരിക്കലും ഗോപുവിനെ പോലെയോ പാറുവിനെ പോലെയോ അവളെ കാണാൻ അവനാവില്ലായിരുന്നു. തിരിച്ചും അവൾക്കും അതെ. പൃഥ്വിയെയും അച്ചുവിനെയും പോലെ അവനെ ഏട്ട എന്ന് വിളിക്കാൻ പോലും കഴിയില്ല. ഈ ലോകം തന്നെ കൂടെയുള്ള ഒരാളിലേക്ക് മാത്രം ചുരുങ്ങിയ അവസ്ഥയിലായിരുന്നു ഇരുവരും. അങ്ങനെയിരിക്കെ അല്ലി സ്കൂളിലും കണ്ണൻ കോളേജിലും പോയി തുടങ്ങിയ കാലം. ഒരു റോഡിന് അപ്പുറവും ഇപ്പുറവും ആയിരുന്നു സ്കൂളും കോളേജും. 18 വയസ്സാവുന്നതിന് മുൻപേ ഡ്രൈവിംഗ് പഠിച്ച് ഒരു ബുള്ളറ്റും എടുത്തു കണ്ണൻ. ലൈസൻസ് കിട്ടിയതിൽ പിന്നെ രണ്ടും കൂടി അതിലാണ് യാത്ര. ഇൻ്റർവെൽ അടിക്കുമ്പോൾ ഓടി ഇപ്പുറം എത്തും അവൻ. അവളെ ഒന്ന് കണ്ട് കയ്യിൽ 4-5 ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്ത് തിരികെ പോരും. ഉച്ചയ്ക്ക് പിന്നെ അവനുള്ള ചോറ് കൂടി പൊതിഞ്ഞു കെട്ടി അവളുടെ കയ്യിലുണ്ടാവും. ഒരു പൊതിയിൽ നിന്നും അവൾക്ക് വാരിക്കൊടുത്തും സ്വയം കഴിച്ചും ഇരുവരും അവരുടെ മാത്രം ലോകത്തൊതുങ്ങി. അതുകൊണ്ട് പറയത്തക്ക കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും. അല്ലെങ്കിൽ തങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുന്നത് രണ്ടാൾക്കും ഇഷ്ടമായിരുന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ദിവസങ്ങൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് നീങ്ങി. പിന്നീട് എപ്പോഴാണ് അവരുടെ ഈ ബന്ധത്തിൽ പ്രണയം കലർന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരവില്ല. മുത്തശ്ശിയും അമ്മമാരും പറയുന്നത് പോലെ അവൾ അവനുള്ളതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ആദ്യമായി അവളെ തേടിയെത്തിയ ചുവന്ന നാളുകളിലാണ്. 14 വയസ്സുവരെ രാവും പകലും തനിക്കൊപ്പം ഉണ്ടായിരുന്നവൾ പെട്ടെന്നൊരു ദിവസം ഒരു വാക്കുപോലും തന്നോട് പറയാതെ സ്കൂളിൽ നിന്നും ആദ്യത്തെ അവർ അമ്മയ്ക്കും അപ്പച്ചിക്കുമൊപ്പം പോയി. ഇൻ്റർവെൽ സമയമായപ്പോൾ അവളെ കാണാൻ ഓടിച്ചെന്നപ്പോഴാണ് അവനതറിയുന്നത് പോലും. ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നവന്. ഒരു വെളിപ്പാടകലെ താൻ ഉണ്ടായിരുന്നിട്ടും അവൾക്ക് വയ്യെങ്കിൽ തന്നോട് പറയാതെ അവളെ പറഞ്ഞു വിട്ടതിന് പാവം ആ ടീച്ചറെ ചെക്കൻ നിർത്തി പൊരിച്ചു. സ്കൂളിൻ്റെ ഓണറായതുകൊണ്ട് തിരിച്ചൊന്നും പറയാനും വയ്യ. ഒരുവിധം ദേഷ്യവും സങ്കടവും ഉള്ളിലൊതുക്കി വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും കൂടി അവളെ കാണാൻ അനുവദിച്ചതുമില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ ഹാളിലുള്ളതെല്ലാം തല്ലി തകർത്തു ബഹളം വെച്ചതിന് ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഒരെണ്ണം കിട്ടുകയും ചെയ്തു. പുറത്തുള്ള ബഹളമെല്ലാം മുത്തശ്ശിയുടെ റൂമിലായിരുന്നവൾ അറിഞ്ഞെങ്കിലും അങ്ങോട്ട് വരരുതെന്ന് കർശനമായ വിലക്കുള്ളതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു അല്ലിക്ക്. പ്രകൃതി അലറി വിളിച്ചിട്ടും പുറത്തേക്ക് വരാതെ ഇരിക്കുന്നവളെ കാണെ കണ്ണന് ദേഷ്യവും സങ്കടവും ഏറി. തല്ലിക്കിട്ടിയ ദേഷ്യത്തിനേക്കാളും അവരിൽ മുന്നിട്ട് നിന്നത് അവളെ കാണാനാവാത്തതിൻ്റെ സങ്കടമായിരുന്നു. കണ്ണാ, മുത്തശ്ശി പറയുന്ന ഒന്ന് കേക്ക്. മോൾക്ക് വയ്യാത്തത് കൊണ്ടല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിനക്ക് അവളെ കാണാം. മുത്തശ്ശി സമാധാനിപ്പിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചെങ്കിലും ദേഷ്യത്തിൽ ആരെയും കേൾക്കാതെ പുറത്തേക്കിറങ്ങി ബുള്ളറ്റും എടുത്തുകൊണ്ട് പാഞ്ഞു പോയവൻ. ഈ ചെക്കനിങ്ങനെ എന്താ ഈശ്വര ചെയ്യുക? എന്നാൽ അവനെ തല്ലേണ്ടൊരു നിലയെടുത്തി. ലച്ചുമ്മ പറഞ്ഞുകൊണ്ട് താടിക്ക് കൈ കൊടുത്തു നിന്നതും ദേവിമ്മ സങ്കടത്തോടെ പറഞ്ഞു, നല്ല കഥ. ഇപ്പോൾ ഒന്ന് കൊടുത്തില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഓമരത്തിങ്ക പക്ഷി കാണാൻ ഒരു വഴിയും ഉണ്ടാവില്ലായിരുന്നു. ലച്ചുമ്മ കലിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ദേവിമ്മ ഒന്ന് ഇളിച്ചു കാണിച്ചു. അല്ല പിന്നെ, ചെക്കൻ ഭ്രാന്ത് പിടിച്ച് അടുത്തതായി എറിയാൻ നിന്നത് ടി വിയാണ്. പിന്നെ എങ്ങനെ തല്ലാതിരിക്കും? ദേവച്ചൻ ചുണ്ടുകൂട്ടി ഒന്ന് പറഞ്ഞതും അമ്മമാരും മൂന്നും കൂടി കൂർപ്പിച്ചു നോക്കി അടുക്കളയിലേക്ക് പോയി. നിങ്ങളിനി എന്ത് നോക്കി നിൽക്കുക? മൂന്നും കൂടി ഇവിടെയൊക്കെ വൃത്തിയാക്കി പുതിയത് വാങ്ങാനുള്ളത് വാങ്ങിച്ചു വെച്ചോ. അച്ഛന്മാരുടെ അത്രയും പറഞ്ഞ് മുത്തശ്ശി അല്ലിയുടെ അടുത്തേക്കും പോയി.